നമസ്കാരം സുഹൃത്തുക്കളെ, ബഷീറാണ്. തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ്. കൊണ്ടാഴിയിലാണെങ്കിലും നമ്മുടെ ചേലക്കരയ്ക്കും പഴയന്നൂരിനൊക്കെ ഏകദേശം ഒരു ഈക്വലായിട്ടുള്ളൊരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ചേലക്കര ടൗണിലേക്ക് ഏകദേശം ഒരു 6-7 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ചേലക്കര പഴയന്നൂർ മെയിൻ ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ ദൂരം. നമുക്ക് ഈ വണ്ടി കയറി വരാൻ പാകത്തിന് ഈ വീടിൻ്റെ മുന്നിൽ അവിടെ സ്ലാബ് ഇട്ട് തരും കേട്ടോ. അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള പണികളൊക്കെ. അപ്പോൾ ഇതിൽ 7.25 സെൻറ്റ് സ്ഥലം, അതിൽ 1080 സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയൊരു വീടാണ്. വീട് പണിയൊക്കെ കഴിച്ചിട്ടിട്ട് ഏകദേശം ഒരു 6-7 മാസമായി. അപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 32 ലക്ഷം രൂപയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ആണോ, മുറ്റത്തൊക്കെ നമുക്ക് ഒരു 2 വണ്ടികളൊക്കെ വന്നാൽ സുഖമായിട്ട് നിർത്താനുള്ള സൗകര്യത്തോടു കൂടെ പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലാണ്. ഇതിൻ്റെ വീടിൻ്റെ മെയിൻ ഡോറിലേക്ക് കയറി ഇറങ്ങുന്ന ഭാഗം, അതായത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. ആണോ, ആ മെയിൻ റോഡിൽ നിന്ന് നമുക്കിങ്ങനെ താഴത്തേക്ക് കയറി ഇറങ്ങുന്നത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. ലിവിങ് റൂമിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ആ ഭാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പഞ്ചായത്ത് റോഡ് സൈഡിൽ, അതും ബസ് റൂട്ടാണിത്. 1-2 ബസ്സുകളൊക്കെ ഓടുന്നൊരു ബസ് റൂട്ടാണ്. പഴയന്നൂർ ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരവും ചേലക്കരയ്ക്ക് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വലിയ വലിയ ടൗണുകളാണ് ഈ പഴയന്നൂരും ചേലക്കരയും. GMൻ്റെ സ്വിച്ച് ബോർഡൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിലിനി ആ ഷീറ്റ് ഇടണം. അപ്പോൾ ഇതിൽ കുറച്ച് ഫിറ്റിങ്സിൻ്റെ പണികളൊക്കെ ബാക്കിയുണ്ട്. 1080 സ്ക്വയർ ഫീറ്റിൽ സിറ്റ് ഔട്ട്, ലിവിങ് റൂം, ഡൈനിങ്, 2 ബെഡ്റൂം, അത് രണ്ടും അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടെയാണ് വീടിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ഫിറ്റിങ്സുകൾ ഇതാണ്ടോ. ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ വെക്കണം, അതിൻ്റെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൊടുക്കണം. അതുപോലെ ബാത്റൂം ഫിറ്റിങ്സുകളിൽ പൈപ്പ് ഫിറ്റിങ്സ്, ക്ലോസറ്റ് ഫിറ്റിങ്സ്, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. പുതിയ വീടാണ്. പിന്നെ 7 സെൻറ്റിൻ്റെ മുകളിൽ സ്ഥലമുണ്ട് കേട്ടോ. കാരണം 5 സെൻറ്റിൻ്റെ അല്ല, 7 സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട്. ഫെറോ സിമെൻറ്റ് വർക്കൊക്കെ ഇതിൻ്റെ ബെഡ്റൂമുകളിലൊക്കെ അലമാരയുടെ ഒരു സെറ്റപ്പിൽ, അതിൻ്റെ ഡോർ ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ വാങ്ങുന്നവർ ചെയ്യണം. കാരണം അതൊക്കെ ചെയ്തു വരുമ്പോൾ കബോർഡിൻ്റെ വർക്കുകളൊക്കെ ആയി വരുമ്പോൾ അതിനൊക്കെ നല്ലതുപോലെ റേറ്റ് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ബെഡ്റൂം കഴിഞ്ഞ ഉടനെ നമുക്ക് നേരെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു ബെഡ്റൂം, അതിൻ്റെ പുറകിൽ കിച്ചൺ, അതിൻ്റെ പുറകിൽ വർക്ക് ഏരിയ. അതിൽ ഈ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അല്ലറ ചില്ലറ ബാക്കി ഫിറ്റിങ്സുകൾ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഉടമസ്ഥൻ നമുക്ക് ഈ വീട് തരിക. ഇതിന് വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ഈ വീട് നിന്ന സ്ഥലത്തിൻ്റെ അതേപോലെ തന്നെ തൊട്ടടുത്തൊരു 6-7 സെൻറ്റ് സ്ഥലം ഒരു പ്ലോട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വീണ്ടും ഒരു 7 സെൻറ്റ് പ്ലോട്ടുണ്ട്. CRAയുടെ സാനിറ്ററി വെയറേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതൊക്കെ ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ 3 പ്ലോട്ടിനും കൂടെ ഒരൊറ്റ ബോർവെല്ലാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ നമുക്ക് നമ്മുടെ വീട്ടിൽ അതിൻ്റെ എന്താ പറയുക, മീറ്ററിൻ്റെ മോട്ടറിൻ്റെ സ്റ്റാർട്ടറിൻ്റെ സ്വിച്ച് കൊണ്ട് വെച്ച് തരും. അപ്പോൾ നമുക്ക് അടിക്കാം, അപ്പുറത്തുള്ള വീട്ടുകാർക്ക് വെള്ളം കഴിയുമ്പോൾ അവർക്ക് അടിക്കാം. അങ്ങനെ 3 എണ്ണത്തിനും കൂടെ ഒരുമിച്ചാണ്, ഒരു ബോർവെല്ലാണ്. അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും ഇവരെടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിർബന്ധമായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ടൗണിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരം ഉണ്ടാവും കേട്ടോ. ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരം. ഷൊർണൂർ ഒക്കെയാണ് നമുക്ക് അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വർക്ക് ഏരിയയിൽ തന്നെ പാത്രം കഴുകാനുള്ളൊരു സൗകര്യവും അതുപോലെ പുകയില്ലാത്തൊരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീടിൻ്റെ പുറകിലും മുന്നിലും സൈഡിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ലതുപോലെ പെരുമാറാനുള്ള സ്ഥല സൗകര്യമുണ്ട്. വെള്ളം കയറുന്ന പ്രദേശമല്ല കേട്ടോ. വെള്ളം കയറുന്നൊരു ഭാഗമല്ല. പ്രളയകാലത്തൊന്നും വെള്ളം കയറാത്തൊരു ഏരിയയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് വീടൊക്കെ കണ്ട് ഇഷ്ടമായാൽ തൊട്ടപ്പുറപ്പുറേക്കുള്ള വീടുകളിൽ പോയിട്ട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമുക്കിനിപ്പോൾ ഒരു ഷീറ്റ് ഇടുകയാണെങ്കിൽ, തുണിയൊക്കെ ഉണങ്ങാനിടാനൊക്കെ ആയിട്ട് ഷീറ്റ് ഇടുകയാണെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യമുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് നല്ലതുപോലെ സ്ഥല സൗകര്യത്തോടു കൂടിയായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഈ മതിലിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു അലക്കുകലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഒരു ബോർവെൽ അടിക്കുകയാണെങ്കിലും ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണണേ. കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യരുത്.
32 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. 7.5 സെൻറ്റാണ് പറഞ്ഞത്. 7.5 സെൻറ്റ് സ്ഥലവും 1080 സ്ക്വയർ ഫീറ്റാണ് താമസിക്കാത്ത പുതിയ വീട്. പണ്ടത് ഈ ഒരു പ്ലോട്ടിലാണ് ഇപ്പോൾ അടുത്ത വീട് വരിക. അപ്പോൾ അതിലേക്ക് എല്ലാത്തിനും കൂടെ ഒറ്റ ബോർവെല്ലാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അതിൽ കണക്ഷൻ തരുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൽ ഒരെണ്ണം അടിക്കാം. ഒരു 10,70,000 75,000 രൂപയൊക്കെ ആയിക്കഴിഞ്ഞാൽ മോട്ടർ സഹിതം നമുക്കൊരു ബോർവെൽ നമ്മുടെ കോമ്പൗണ്ടിൽ അടിക്കാം. ചുറ്റുഭാഗവും മതിലും കാര്യങ്ങളൊക്കെ കെട്ടി നമുക്ക് അതിർത്തി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു ലോൺ സൗകര്യത്തോടു കൂടെയാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ, ഇതിപ്പോൾ ഈ ഒരു 6-7 മാസമായിട്ട് ഇപ്പോൾ ഈ അടുത്ത് ഒന്ന് മഴ പെയ്ത് പോയപ്പോൾ ചുറ്റുഭാഗം കാട് പിടിച്ചാണ് കേട്ടോ. അപ്പോൾ ലോൺ സൗകര്യത്തോടു കൂടെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ കിട്ടാൻ അർഹതയുള്ള ഒരാൾക്കാരാണെങ്കിൽ അങ്ങനെയും നമുക്ക് വീട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വീടിൻ്റെ മുകളിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റെയർ ഉള്ളിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഭാവിയിൽ നമുക്ക് 1-2 മുറി എടുക്കാനുള്ള സൗകര്യം വീടിൻ്റെ മുകൾ വശത്തും വരുന്നുണ്ട്. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതൊരു അപേക്ഷയാണ്. അവിടെയൊക്കെ ഒരു ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയറിൻ്റെ ഒരു സൈഡിലൊക്കെ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാവിധ പണികളും പൂർത്തിയായിട്ടുള്ളൊരു വീടാണ്. ഇനി നമ്മൾ വന്ന് കണ്ട് ഒരു ചെറിയൊരു എഗ്രിമെൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 ദിവസം 15 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാവിധ ബാക്കി വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ മുകളിൽ നമുക്ക് ഈ സ്റ്റെയർ റൂമിനകത്ത് ഇവിടെ ഇരുമ്പിൻ്റെ നല്ലൊരു ഡോറ് കൊടുത്തിരിക്കണം കേട്ടോ. കാരണം വെയിലൊക്കെ കൊള്ളുന്ന ഭാഗമാണെങ്കിൽ നരച്ചു പോകണ്ട എന്നുള്ള രീതിക്ക് ഇരുമ്പിൻ്റെ ഒരു ഡോറ് കൊടുത്തിരിക്കണം. 1-2 മുറിയൊക്കെ നമുക്ക് മുകളിൽ പണിയാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ചുറ്റുഭാഗം നിറയെ വീടുകളുള്ളൊരു ഭാഗമാണ്, ഒറ്റപ്പെട്ട ഒരു ഏരിയയിലല്ല, ബസ് റൂട്ടിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, 7.25 സെൻറ്റ് സ്ഥലവും 1080 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ചോദിച്ചിരിക്കുന്ന വില 32 ലക്ഷം രൂപയാണ് വില. നെഗോഷ്യബിൾ കൂടെയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് വീടുള്ളത്. ഇനിയിപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഇതിലൊക്കെ വീടുകൾ വരും. അപ്പോൾ വെള്ളം കയറുന്നതോ വരൾച്ച ഭീഷണിയുള്ളൊരു ഏരിയയിലേ അല്ല, ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശത്തു കൂടെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രളയകാലത്തൊന്നും വെള്ളം കയറി അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഏരിയയും കൂടെയല്ല. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ചേലക്കരയോടൊക്കെ ചേർന്ന് വീട് വേണമെന്ന് ആവശ്യപ്പെട്ട നിരവധി ആൾക്കാർക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.